കാനൻ രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സന്ദർശനം. കേരള കോൺഗ്രസ് പൂർണ്ണമായിട്ട് ഇങ്ങനെ വെളിപ്പെട്ട് കൊടുക്കരുത്. കേരള കോൺഗ്രസിൻ്റെ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യാൻ അവിടെ പാലായിലെ മണ്ഡല LDF-നോ ജില്ലാ LDF-നോ കഴിയും. ഞങ്ങളൊന്നും ഇടപെടേണ്ട ഒരു വിഷയമില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിയെ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന് അറിയാമല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ ചിഹ്നത്തിലുള്ളവർ CPL അങ്ങനെ ചെയ്യാറുണ്ടോ? ചിഹ്നത്തിലുള്ള ഒരു കൗൺസിലറുള്ളപ്പോൾ ആ കൗൺസിലറെ മാറ്റി മറ്റൊരാളെ ചെയർമാൻ സ്ഥാനത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രത്തോളം ഉചിതമാണ്? അതൊക്കെ അതത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. ഓരോ പാർട്ടികൾക്കും അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് ഓരോ പാർട്ടികൾ തീരുമാനിക്കും. മറ്റു പാർട്ടികളാരും അതിനെ എതിർക്കാറുണ്ട്. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഈ കേരള കോൺഗ്രസ് ഇടപെടുന്നത് ശരിയാണ്? എനിക്കറിയില്ല, അങ്ങനെ അവിടെ ഇടപെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പാലായിലാണ് ഇപ്പം സംഭവിച്ചത്. നാളെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പാലായിൽ സംഭവിച്ചത്. അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. വളരെ ശക്തമായ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇപ്പോൾ അവർ തെളിയിച്ചു കഴിഞ്ഞു. ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ അതൊരു മുന്നണി മര്യാദയ്ക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനാണ് LDF ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതാണ് ആ ജില്ലാ നേതൃത്വം അതിന് ശ്രമിച്ചത്. അതൊക്കെ മുന്നണിയിലെ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ആ സാധാരണ കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് വരുന്നത് മനസ്സിലാക്കണം. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അത് വരട്ടെ, നമുക്ക് കാണാം, നോക്കാം. തീർച്ചയായിട്ടും